വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. വെൽക്കം ടു ട്രേഡർ ഓപ്ഷൻ ട്രേഡർ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ഗുരുജിയാണ്. ട്രേഡർ ഓപ്ഷൻ ട്രേഡർ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറാണ് ഈ ചാർട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടാണ്. മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് നിറച്ച് മെമ്മറീസ് തരും. അതായത് മെമ്മറീസ് എന്ന് പറഞ്ഞാൽ നിറച്ച് കാര്യങ്ങൾ ഇട്ടിട്ട് പോകും, തിരിച്ച് വന്ന് അത് റീകളക്ട് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് പറയുകയാണ് 47,900 46,900 ആൻഡ് 46,000 ഈ രണ്ടും റീടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലോട്ടുള്ള ഫോക്കസാണ്. പക്ഷേ ഇന്ന് തന്നെ ഒരു 1000 പോയിൻ്റ് വീഴുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എങ്കിലും നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ പറയുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. അതായത് ഇന്നലത്തെ ക്ലോസിൻ്റെ അവിടെ നിന്ന് 160 പോയിൻറ്റ് 150 to 160 പോയിൻറ്റ് എവിടെയാണ് ആ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി എവിടെയാണ് ഓപ്പൺ ആകുന്നത് എന്ന് പറഞ്ഞ് നോക്കി വയ്ക്കുക. 150 160 പോയിൻറ്റിൻ്റെ അവിടെ ഒന്ന് നോക്കി വയ്ക്കുക. എങ്കിൽ ആ ഓപ്പൺ ഹോൾഡ് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇന്നലത്തെ ക്ലോസ് 47,500 തന്നെ വയ്ക്കാം. 465 വന്നേക്കുന്നത്. പക്ഷേ നമുക്ക് അവിടെ POC ഇന്നലത്തെ POC ഉള്ളതുകൊണ്ട് 47,500 അവിടെ നിന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. 160 പോയിൻറ്റ്സ് ഗ്യാപ്പ് ഡൗൺ ആണ്. എന്നിട്ട് ഓപ്പൺ ഹോൾഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ടാർഗറ്റ് 47,180 താഴോട്ട്, എന്നിട്ട് 46,900, അതായത് ഈ വാല്യൂ ഏരിയ ലോ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യും, ബാങ്ക് നിഫ്റ്റി ടെസ്റ്റ് ചെയ്യും. ഈ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇവിടെ ആയിട്ട് ബാങ്ക് നിഫ്റ്റി എന്താ പറയുക, ഒരു ടെസ്റ്റ് നടത്തേണ്ടതായിട്ടുണ്ട്, താഴോട്ടുള്ള ഡൗൺ മൂവ്. അപ്പോൾ നമുക്ക് 47,500 150 പോയിൻ്റ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു 300-200 പോയിൻ്റ് വെച്ചാലും 160-200 പോയിൻ്റ് വെച്ചാൽ 47,300 അവിടെയൊക്കെ നമുക്ക് ഒരു ചെറിയൊരു ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, ഇൻഫർമേഷൻ. സോ നമ്മൾ താഴോട്ട് തന്നെയാണ് നോക്കുന്നത്. വലിയ ഗ്യാപ്പ് ഡൗൺ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. വലിയ ഗ്യാപ്പ് ഡൗൺ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. 150-160 പോയിൻറ്റിനകത്ത് തന്നെ ഗ്യാപ്പ് ഡൗൺ ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ച് നോക്കുന്നവർക്ക് ട്രേഡിംഗ് വ്യൂവിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു 300 പോയിൻറ്റ്സിൻ്റെ റേഞ്ചാണ് നോക്കുന്നത്. 300 പോയിൻറ്റ്സിൽ IB ക്രിയേറ്റ് ആയാൽ, 300 പോയിൻറ്റ്സിൽ ഇനിഷ്യൽ ബാലൻസ് ആദ്യത്തെ 1 മണിക്കൂർ ക്രിയേറ്റ് ആയാൽ അവിടെ നിന്ന് എങ്ങനെയാണ് മാർക്കറ്റ് ഡെവലപ്പ് ആകുന്നത് എന്ന് നോക്കുക. കാരണം ഇന്നലെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ കണ്ടോ, നമുക്ക് ഇന്നലെ 150 പോയിൻറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 150 പോയിൻറ്റിൻ്റെ 125 പോയിൻറ്റിന് 250 പോയിൻറ്റിൻ്റെ ഒരു IB ആണ് നമുക്ക് ക്രിയേറ്റ് ആയത്. കണ്ടോ, ഒരു IB നമുക്ക് 250 പോയിൻറ്റിൻ്റെ ഒരു IB ആണ് നമുക്കിവിടെ ക്രിയേറ്റ് ആയത് ആദ്യത്തെ 4-15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ. എന്നിട്ട് അവിടെ കുറേ നേരം ബാങ്ക് നിഫ്റ്റി സ്പെൻഡ് ചെയ്യുകയും അതിനുശേഷം നല്ലൊരു ഫാൾ കിട്ടുകയും ചെയ്തു. ഇന്നലെ ഇത് ലൈവ് മാർക്കറ്റിൽ ഒബ്സർവേഷനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഇന്ന് നടക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതിന് നമ്മൾ 300 പോയിൻറ്റിൻ്റെ IB ആണോ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ വയ്ക്കുന്നത്, 300 പോയിൻറ്റിൻ്റെ ബാങ്ക് നിഫ്റ്റി അതല്ല. അതായത് 150 പോയിൻറ്റിൻ്റെ അവിടെ ഗ്യാപ്പ് ഡൗൺ ആവുകയും 300 പോയിൻറ്റിൽ IB ക്രിയേറ്റ് ആവുകയും ചെയ്താൽ അതിന് താഴെ ഇന്നലത്തെ നടന്നതുപോലെ ഇതേപോലത്തെ ഒരു ആക്ഷൻ, ഇന്നലത്തെ ഓപ്ഷൻ നടക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും താഴോട്ട് തന്നെ ഒരു 300 പോയിൻറ്റ് ഓവറോളായിട്ട് 600 പോയിൻറ്റിൻ്റെ റേഞ്ച് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ് ബാങ്ക് നിഫ്റ്റി. അതല്ല, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആകുന്നുണ്ടെങ്കിലും മുകളിലോട്ട് നോക്കാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് മുകളിലോട്ട് നോക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ലോങ് നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇന്നലത്തെ പോലെ ഫ്ലാറ്റ് ഓപ്പൺ ആയാൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഇന്നലത്തെ പോലെ ഫ്ലാറ്റാണ് ഓപ്പൺ ആകുന്നതെന്ന് നോക്കുക. അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പാണ്, ഒരു 150 പോയിൻ്റ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ വീണ്ടും താഴോട്ട് മാർക്കറ്റ് വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ലോങ് പോവാൻ എന്ന് ഉദ്ദേശിക്കുന്നില്ല. താഴോട്ട് തന്നെയാണ്. 46,900 ആണ് ടാർഗറ്റ്. അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഇന്നലെ 46,900 വരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് നോക്കണം എവിടെയാണ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആകുന്നത് എന്നുള്ളത്. നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പുകൾ നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാരണം മാക്സിമം കമൻറ്റ്സ് കിട്ടിയാൽ നമുക്ക് കൂടുതൽ അനാലിസിസും കൂടുതൽ ഇതേപോലത്തെ ലൈവിൽ ഇന്നലെ ഇട്ടതുപോലെ കൂടുതലും നമുക്ക് ഇതിനകത്ത് ഷെയർ ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ കമൻറ്റ്സ് ആണ് എനിക്ക് ഊർജ്ജം തരുന്നത്. അതുകൊണ്ട് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.